സൈഡിൽ കൂടെ ഒരു സ്കൂട്ടർ ആരും കയറി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് വുഹാനിലെ ഒരു റോബോ ടാക്സി റൈഡിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അതിന് നമുക്ക് ചൈനീസ് സിറ്റിസൺസിന് മാത്രമേ ആ റോബോ ടാക്സി ബുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. സോ നമുക്കിന്ന് നമ്മുടെ കുറച്ച് ചൈനീസ് ചേട്ടന്മാർ നമ്മളതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവരെ ഞാൻ പരിചയപ്പെടുത്താം. സേ ഹായ്. ഹായ്, ഹലോ. സോ ഇവരാണ് നമുക്കിന്ന് ടാക്സി ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്, റോബോ ടാക്സി. അപ്പോൾ നമ്മളിന്ന് റോബോ ടാക്സിയിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ റോബോ ടാക്സി എത്തിയിട്ടുണ്ട്. റോബോ ടാക്സി മീൻസ് ഡ്രൈവർലെസ് ടാക്സിയാണ്, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടാക്സി. ഇത് നമ്മുടെ റോബോ ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ദിസ് വൺ. യാ, ഐ തിങ്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോ ടാക്സി. Yeah. How can I get in? Just. Oh. Your telephone number is last four number. Okay, 1347 69 2547. Okay. Okay guys, അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചപ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് റോബോ ടാക്സിയിൽ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം, എങ്കിൽ മാത്രമേ ടാക്സി സ്റ്റാർട്ടാവൂ ഗൈസ്. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗൈസ് നോ ഡ്രൈവറൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമുക്കിതാ തുടങ്ങാം. ഇതാ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കും. ഓ ഗൈസ്, ഡ്രൈവർ ഇല്ലാതെ ഞാൻ എന്താ ടാക്സിയിൽ പോവുകയാണ്. ഓ മാൻ, വണ്ടി തനിയെ ഓടുകയാണ്. എൻ്റെ മോനെ, പൊളി സാധനം. ട്രാഫിക് കണ്ടപ്പോൾ വണ്ടി തനിയെ നിന്നു. ഇതാ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല ഗൈസ്. അയ്യോ, ചെറുതായിട്ട് പേടിയും വരുന്നുണ്ട്, ഇനി എങ്ങാനും എവിടെയെങ്കിലും തട്ടാൻ മുട്ടേ. പക്ഷെ ഒരു ഇതുമില്ല ഗൈസ്, ശരിക്കും നല്ല കൃത്യമായിട്ടത് പോകുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവർ ഇരുന്ന് ഓടിക്കുന്ന ടാക്സി തന്നെ, അല്ല ഒരു കാറ് തന്നെ, എന്താ പറയുക, ഒരു അത്ഭുതമായിരുന്നു. ഇന്ന് നമുക്കൊരു 100 വർഷത്തിന് ശേഷം അത് നോർമലാണ്. സോ ഒരുപക്ഷെ ഇനി 100 വർഷങ്ങൾക്ക് ശേഷം ഇതും ഒരു നോർമൽ എക്സ്പീരിയൻസ് ആവുമായിരിക്കും. സോ ഗൈസ്, 2124 ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഡ്രൈവർലെസ് ടാക്സി സ്പോൺസർ ചെയ്യുന്ന കമ്പനിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഗൈസ്, ഒരു രക്ഷയില്ല, വേറെ ലെവൽ എക്സ്പീരിയൻസ്. തിരക്കുള്ള റോഡാണ് ഗൈസ്, ട്രാഫിക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ മുകളിലൊരു സെൻസർ വച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സഹായത്തോടെയാണ് ഇത് ഓടുന്നത്. എന്തായാലും ശരിക്കും ഒരു ഡ്രൈവർ ഇരുന്ന് ഓടിക്കും പോലെ വേണ്ടോ, കൃത്യമായിട്ടത് ഓടുകയാണ്. സ്റ്റിയറിംഗ് എല്ലാം തനിയെ കറക്കി, ട്രാഫിക് എല്ലാം കറക്റ്റാണ് നോക്കി, ബ്രേക്കെല്ലാം പിടിച്ച് കറക്റ്റായിട്ട് വണ്ടി ഓടുകയാണ്. നോ വേർഡ്സ്, ഒന്നും പറയാനില്ല. ഓ മാൻ, സഡൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ട്രാഫിക്കിലും ഇത്രയും കിടിലായിട്ട് ഇത് പോകുന്നുണ്ട്. നല്ല ട്രാഫിക്കാണ് ഗൈസ്, നല്ല ട്രാഫിക്കുണ്ട്. ഇപ്പോൾ അത് ഇവിടെ സിഗ്നൽ ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറകിൽ 3 പേർക്ക് വരെ യാത്ര ചെയ്യാം മാക്സിമം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ആർക്കും ഇരിക്കാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പെർമിഷൻ ഒന്നുമില്ല. അതാണ് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടൊക്കെ അവർ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറകിലത്തെ 3 സീറ്റിൽ മാത്രമേ നമുക്ക് പെർമിഷനുള്ളൂ. എന്തായാലും വുഹാനിൽ വന്നിട്ട് ഈ റോബോ ടാക്സിയിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫ്യൂച്ചറിസ്റ്റിക് കാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഭാവിയിൽ ഇതൊക്കെ ആയിരിക്കും റോഡുകൾ ഭരിക്കാൻ പോകുന്നത്, റോബോ ടാക്സീസ്. ഇതേണ്ടോ, വീണ്ടും സിഗ്നൽ വന്ന് കൃത്യമായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഒന്നാമത് നമുക്ക് ഫോറിനേഴ്സിന് ഇത് ബുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നാണ് ഇത് നടന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് ചേട്ടന്മാർക്ക് ഒരു ബിഗ് താങ്ക്സ് ഒരിക്കൽ കൂടി. ഇത് നമ്മുടെ കാറ് വീണ്ടും റൈറ്റ് എടുത്തിരിക്കുകയാണ്.
സ്റ്റിയറിംഗ് തിരിച്ചത് വീണ്ടും ലെഫ്റ്റ്. ഇത്രയും കൃത്യമായിട്ട് ഇതെങ്ങനെ? ദിസ് ഈസ് ജസ്റ്റ് അൺബിലീവബിൾ. സത്യം പറയാമല്ലോ, ആദ്യം ഞാൻ കയറിയപ്പോൾ ഒന്ന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. കാരണം കാറിൽ ആരും ഇല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുകയാണ്, എവിടെ ചെന്ന് എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഹൈ ട്രാഫിക് ഏരിയ എല്ലാം കവർ ചെയ്തു, ഒരു പ്രശ്നമില്ലാതെ നല്ല സൂപ്പറായിട്ട് അത് നിർത്തുകയും അതുപോലെ തന്നെ സ്ലോ ചെയ്ത് കൃത്യമായിട്ട് സിഗ്നലെല്ലാം നോക്കി പോവുകയാണ്. സൈഡിൽ കൂടെ ഒരു ചെറിയ സ്കൂട്ടർ ആരും കയറി. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് സ്ലോ ആയ ശേഷം വണ്ടി വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രണ്ട് സീറ്റ് ഉണ്ടെങ്കിലും ഇവിടെ ആർക്കും ഇരിക്കാനുള്ള പെർമിഷൻ ഇല്ല. ശരിക്കും ഒരു മനുഷ്യൻ പാലിക്കുന്നതിലും കൃത്യതയോടെയാണ് ഗൈസ് ഇത് നിയമങ്ങളെല്ലാം പാലിച്ച് കൃത്യമായിട്ട് ഓടുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഗൈസ്? ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ തനിയെ ആരുമില്ലാതെ തനിയെ കറങ്ങുന്നത് ഒരു പ്രേത സിനിമ കാണുന്ന ഫീലാണോ എന്താണ്? നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സീറ്റിൽ മോണിറ്ററുണ്ട്, 2 സീറ്റിലും മോണിറ്ററുണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈന എന്നും മുന്നിൽ തന്നെയാണെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാണ് പോകുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് എല്ലാം കേൾക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സീറ്റ് ബെൽറ്റ് എല്ലാം അഴിച്ചതിന് ശേഷം ഓക്കെ നമുക്ക് പുറത്തിറങ്ങാം. എന്തായാലും സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇറങ്ങി പോകാൻ വേണ്ടത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് എന്തായാലും ഇറങ്ങാം. ഓക്കെ ഗൈസ് ദേ കണ്ടോ റോബോ ടാക്സിയുടെ മുകളിലുള്ള സെൻസറും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് ഈ വണ്ടി ഓടുന്നത് തനിയെ. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോ ടാക്സിയുടെ കാർ കമ്പനി. ഈ ആപ്പ് വഴിയാണ് നമ്മൾ കാർ ബുക്ക് ചെയ്തത്. കണ്ടോ ഗൈസ് ദേ കാർ തനിയെ മൂവായി. ഇനി അടുത്ത സ്ഥലത്തേക്ക് അത് പോവുകയാണ്. നോ വേർഡ്സ് ഗൈസ്, നോ വേർഡ്സ്. ഗൈസ് എന്താ ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഗൈസ്? ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഒരു മനുഷ്യനില്ലാതെ ഒറ്റയ്ക്ക്, ഒരു ഡ്രൈവർ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടൊരു കാറിൽ സഞ്ചരിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.